നമസ്കാരം. എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. അൻവറിന്റെ രാഷ്ട്രീയ മുഖം കൂടുതൽ തെളിയുകയാണ്. സഖാക്കൾക്കും സമുദായത്തിനുമൊപ്പം എന്നാണ് അൻവറിന്റെ അപ്രഖ്യാപിത മുദ്രാവാക്യം. അതുകൊണ്ട് കൊലവിളി മുഴക്കുന്ന പാർട്ടിക്കാർ ജാഗ്രതയെ. രാഷ്ട്രീയ എതിർപ്പിനേക്കാൾ ന്യൂനപക്ഷ വേട്ടയായി അൻവർ വിരുദ്ധതയുടെ നിറം മാറാൻ തുടങ്ങുന്നു. അജിത് കുമാറിന്റെ കാക്കിയിൽ കാവി നിറം കണ്ടിടത്ത് അൻവർ അവസാനിപ്പിക്കുന്നില്ല. മലപ്പുറം ജില്ലാ സെക്രട്ടറി മോഹൻദാസിനെ പക്കാ RSSകാരൻ എന്നാണ് അൻവർ ഇന്ന് വിശേഷിപ്പിച്ചത്. ചെങ്കൊടി തൊട്ട് കളിക്കേണ്ട എന്ന ബാനർ ഉയർത്തി നിലമ്പൂരിൽ നടന്ന പ്രകടനത്തിന്റെ ചൂടാറും മുൻപ് ജില്ലാ സെക്രട്ടറിയെ തന്നെ അങ്ങനെ കാവിയണിയിച്ചു അൻവർ. അജിത്തിന്റെ RSS പ്രേമവും മോഹൻദാസിന്റെ RSS മനസ്സും ഒക്കെയായി നിലമ്പൂർ കലാപം CPMനെ വട്ടം കറക്കാൻ പോകുന്നു. അത് മറികടക്കാൻ പിണറായിയുടെ രഹസ്യ പോലീസും പാർട്ടിയുടെ കയ്യൂക്കും മതിയാകുമോ? ഈ വിഷയമാണ് എൻകൗണ്ടർ പ്രൈം ചർച്ച ചെയ്യുന്നത്. കൊലവിളിയുടെ നാളുകളോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM സഹയാത്രികൻ റജി ലൂക്കോസ്, മുസ്ലിം ലീഗ് നേതാവ് ഷാഫി ചാലിയം, രാഷ്ട്രീയ നിരീക്ഷകൻ KC ഉമേഷ് ബാബു, BJP വക്താവ് അഡ്വക്കേറ്റ് S ജയസൂര്യൻ എന്നിവരാണ് എൻകൗണ്ടർ പ്രൈമിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം ശ്രീ ഷാഫി ചാലിയം, ഇപ്പോ സഖാക്കൾക്കും സമുദായത്തിനുമൊപ്പം എന്ന ഒരു രൂപത്തിലേക്ക് സ്വയം മാറുകയാണ് അൻവർ. നാളെ വൈകിട്ട് 6:30 നിലമ്പൂരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗവും വിളിക്കുകയാണ്. അൻവറിന്റെ പുതിയ രാഷ്ട്രീയം എന്താണെന്നാണ് നിങ്ങളുടെ മനസ്സിലാക്കൽ? അല്ല, അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അൻവർ പല വിഷയങ്ങളിലും പലരിൽ നിന്നും വിഭിന്നനായ ഒരു കഥാപാത്രമാണ്. അദ്ദേഹം CPMൻ്റെ അല്ലെങ്കിൽ ഇടതു മുന്നണിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് കടുത്ത നീക്കങ്ങളുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ അൻവറിനെതിരെ വളരെ പെട്ടെന്ന് 24 മണിക്കൂറിനുള്ളിൽ തന്നെ CPM അതിൻ്റെ സ്വഭാവം പുറത്തെടുത്തിരിക്കുകയാണ്. ജനകീയമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA കൈയും കാലും തല്ലിയൊടിച്ച് ചാലിയാറിൽ ഒഴുക്കുമെന്ന അത്യന്തം പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളാണ്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള പല മുദ്രാവാക്യങ്ങളൊക്കെ ഈ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട്. ഞങ്ങളെ കാഞ്ഞങ്ങാട് ചേർന്ന യൂത്ത് ലീഗിൻ്റെ ഒരു റാലിയിൽ ഏതോ ഒരുത്തൻ, വിവരം കെട്ട ഒരുത്തൻ, അമ്പലനടയിൽ കെട്ടിത്തൂക്കും എന്നൊരു മുദ്രാവാക്യം വിളിച്ചവനെതിരെ മാത്രമല്ല, ഏറ്റുപറഞ്ഞ ഒരു ഡസൻ ആൾക്കെതിരെ കേസെടുത്ത പോലീസാണ് കേരളത്തിൽ. എന്നാൽ ഒരു MLA കയ്യും കാലും കൊത്തി ചാലിയാർ പുഴയിൽ എറിയും എന്ന് പറഞ്ഞവർക്കെതിരെ ഇവിടെ എന്താ കേസുണ്ടോ? CPMമാർക്ക് എന്തുവാകാം? ആരായി വെല്ലുവിളിക്കണത്? വെല്ലുവിളിക്കണമൊക്കെ എഴുന്നേറ്റെടുക്കാൻ വയ്യാത്ത 50-60 വയസ്സ് കഴിഞ്ഞ മനുഷ്യന്മാരാണ്. അതേമാതിരി തന്നെ 40-50 വയസ്സുള്ള കുറേ ചേച്ചിമാരാണ്. സ്വന്തമായിട്ട് തന്നെ എഴുന്നേറ്റെടുക്കാൻ വയ്യ. അതിലൊന്നും ഒറ്റ യുവാക്കൾ പോലുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അൻവർ എന്താ ഉണ്ടാക്കാൻ പോകുന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണുക. മിക്കവാറും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി കൊണ്ടുപോകാൻ അൻവറിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ സാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരു ഫാൻസ് അസോസിയേഷനോ അല്ലെങ്കിൽ നമ്മളെ സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടാക്കിയ പോലുള്ള എന്തെങ്കിലും ഒരു സംവിധാനമോ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ എനിക്ക് അൻവർ ഒരു ദിവസം കൊണ്ട് ഇത്ര കടുത്ത വർഗീയവാദിയും മറ്റും ആക്കിയാണ് CPM ചിത്രീകരിക്കുന്നത്. നമ്മുടെ ഈ പാനലിലുള്ള CPMൻ്റെ സഹയാത്രികൻ ശ്രീ റജി ലൂക്കോസ്, അദ്ദേഹം അൻവറിനെ പരിചയപ്പെടുത്തിയത് ഏകദേശം 2024 ഏപ്രിൽ 15 അദ്ദേഹം ഇട്ടൊരു പോസ്റ്റ്. ആ പോസ്റ്റ് മാത്രം ഞാൻ അവിടെ വായിക്കാം. അതിൽ അദ്ദേഹം പറയുന്നു, അവസാന അടവായ മതവാദി ചാപ്പക്കുത്തലുമായി PV അൻവർ MLAക്കെതിരെ അവർ ഇറങ്ങിയിരിക്കുന്നു. ആരാണ് അവർ? അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ പരിഭ്രാന്തരായ യഥാർത്ഥ വർഗീയവാദികളാണ് അദ്ദേഹത്തെ മതവാദിയായി ചിത്രീകരിക്കുന്നത്. തൻ്റെ പിതാവും പിതാവിൻ്റെ പിതാവും സ്വാതന്ത്ര്യ സമര പോരാളികൾ, പിതാവ് നെഹ്റുവിനോടൊപ്പം AICC മെമ്പർ, 62-ൽ ലോക്സഭയിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു നെഹ്റു. അന്തിയുറങ്ങിയ ഷാഫി ചാലിയം, ഇപ്പോ ഇന്ന് ഏറ്റവും ശക്തമായ ആരോപണം അൻവർ ഉയർത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിനെതിരെയാണ്. വരാം ശ്രീ ഷാഫി ചാലിയം. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്കൊന്ന് പോയതിനു ശേഷം തിരികെ എത്താം.
സർക്കാർ അനുവദിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ ത്വരിതഗതിയിൽ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ഇടപെടൽ. ഏതെങ്കിലും മന്ത്രിയെ അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ടോ? വകുപ്പ് മന്ത്രിയെ കാണാറുണ്ടോ? ഇപ്പൊ സമീപകാലം ആദ്യത്തെ 5 കൊല്ലം സമ്പൂർണ്ണ പരാജയമായിരുന്നു. ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ തിരുവനന്തപുരത്തെ സെക്രട്ടറി കുറച്ചും കൂടി ചടുലമായി ഇടപെടുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലുള്ളവർ അവരുടെ ഇടപെടലല്ലാതെ മന്ത്രിയുടെ MLA ഇടപെടൽ വല്ലതും നടക്കുന്നുണ്ടോ ഈ കാര്യത്തിൽ? അദ്ദേഹത്തിന് സൗകര്യമുണ്ടോ, സമയമുണ്ടോ? ഇപ്പം അദ്ദേഹം 7-7.5 കൊല്ലം 8 കൊല്ലത്തോളമായി MLA ആണ്. ഈ 8 കൊല്ലക്കാലത്തിനകത്ത് ഒരു കൊല്ലത്തിൽ 365 ദിവസം ഉണ്ടല്ലോ. എത്ര ദിവസമാണ് അദ്ദേഹം മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത്? അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് കച്ചവട ആവശ്യാർത്ഥം ശ്രീലങ്കയിൽ, ദക്ഷിണാഫ്രിക്കയിൽ മറ്റിങ്ങനെ നടക്കുകയല്ലേ മാസങ്ങളോ. കഴിഞ്ഞ രണ്ടാമത്തെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നോമിനേഷൻ കൊടുക്കൽ ആരംഭിച്ചിട്ടാണ് നാട്ടിൽ വരുന്നത്. നോമിനേഷൻ ആരംഭിച്ചിട്ടുണ്ട്. നോമിനേഷൻ ആരംഭിച്ച് 1-2 ദിവസങ്ങൾക്ക് ശേഷമാണ് നാട്ടിലെത്തി നോമിനേഷൻ കൊടുക്കുന്നത്. അതുവരെ ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊഴിൽപരമായി അദ്ദേഹത്തിൻ്റെ കച്ചവടവും ബിസിനസ്സും ഒക്കെ ബന്ധപ്പെട്ട് നാട്ടിലുണ്ടായിരുന്നില്ല ഭൂരിഭാഗം ദിവസവും. അത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ നല്ല തോതിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇതിന് തെളിവൊന്നും വേണ്ടല്ലോ. ഇനി നാടിനറിയാലോ എത്ര ദിവസമാണ് അദ്ദേഹം മണ്ഡലത്തിലുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഈ 8 കൊല്ലക്കാലത്തെ ജനപ്രതിനിധി എന്ന പ്രവർത്തനത്തിനകത്ത്. അപ്പോൾ അവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, പൂർണ്ണമാകാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഉത്തരവാദി അദ്ദേഹം തന്നെയാണ്, വേറെ ആരുമല്ല. ഈ ആഫ്രിക്കയിലും ഒക്കെ പോകുന്ന ഒരാൾക്ക് അദ്ദേഹം കഴിഞ്ഞ തവണ തന്നെ ഈ ആശയം ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ടിക്കറ്റ് കൊടുത്തു എന്നൊരു സംഭവം ഉണ്ട്. അത് CPM-ന്റെ ഭാഗത്തുണ്ടായൊരു പാകപ്പഴയല്ലേ? അല്ല, അദ്ദേഹത്തോട് ഇങ്ങനെ നാട്ടിലുണ്ടാവണം എന്ന് നമ്മൾ നിരന്തരം പറയുകയും തിരുത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുത്തത്. അതാ പറഞ്ഞല്ലോ, അദ്ദേഹം കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലുള്ള പരിമിതികളും. ശരി, EN മോഹൻദാസ് വലിയ വിഷമിച്ചാണ് ഇപ്പോൾ അൻവറിനെ തള്ളിപ്പറയാനുള്ള വാദഗതികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. കടുത്ത രാഷ്ട്രീയ ആക്രമണത്തിനാണ് എന്തായാലും മോഹൻദാസ് ഇന്ന് വിധേയനായിരിക്കുന്നത്. ചെങ്കൊടി തൊട്ട് കളിക്കേണ്ട എന്നൊക്കെ ബാനർ ഉയർത്തിയായിരുന്നു ഇന്നലെ വലിയ പ്രകടനം അവിടെ. പക്ഷേ ഈ മനുഷ്യൻ്റെ മനസ്സ് കാവി പുരണ്ടതാണ് എന്ന ഒരൊറ്റ വാചകം വന്നപ്പോൾ തന്നെ പ്രതിരോധത്തിലായിരിക്കുകയാണ് മോഹൻദാസ്. മാത്രവുമല്ല അതിൻ്റെ വിവരങ്ങൾ ഒക്കെ ഇന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ചർച്ച പുരോഗമിക്കുമ്പോൾ അതിലേക്കൊക്കെ വരാം. ശ്രീ KC ഉമേഷ് ബാബു, അൻവർ ഈ 5 നേരം നിസ്കരിക്കുന്ന വിശ്വാസി എന്ന രൂപത്തിൽ സ്വയം അവതരിപ്പിക്കുന്നു ഇന്ന്. അതുപോലെ തന്നെ സഖാക്കൾ ആണ് കൂടെയുള്ളത്. അവർ തനിക്കെതിരെ കൊലവിളി മുദ്രാവാക്യം മുഴക്കുന്നത് കണ്ണുരുട്ടി പേടിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ്, പക്ഷെ അവരുടെ ഹൃദയവും മനസ്സും തനിക്കൊപ്പമാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവിടെ ശ്രീ ഉമേഷ് ബാബു, ഇനി മുതൽ ഇപ്പോൾ നാളെ നിലമ്പൂരിൽ ഒരു സമ്മേളനം നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ അത് രാഷ്ട്രീയ എതിരാളികളോടുള്ള പ്രതിരോധമായി CPM നടത്തുന്നതല്ല, ന്യൂനപക്ഷ വേട്ടയാണ്. ആ സ്വഭാവത്തിലേക്ക് കാര്യങ്ങളെ മാറ്റുന്ന ഒരു പുതിയ ആഖ്യാനം അൻവർ തുടങ്ങി വെച്ചിട്ടുണ്ടോ? അതിൻ്റെ തൊട്ട് തലേന്ന്, അതായത് നാളെ ഈ പൊതുയോഗം നടക്കാൻ പോകുന്നതിൻ്റെ തലേന്നായി ഇന്ന് രാഷ്ട്രീയമായി ആ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന സെക്രട്ടറിയെ നിരായുധനാക്കിയിട്ടുണ്ടോ, മാനസികമായി അശക്തനാക്കിയിട്ടുണ്ടോ? ഇതൊക്കെ അൻവറിൻ്റെ പുതിയ തന്ത്രപരമായ നീക്കങ്ങളാണോ? ഇത് CPM-നെ പ്രതിരോധത്തിലാക്കുമോ? അല്ല, ഇത് ഞാൻ ഇന്നലെ രാത്രി കേരളത്തിലെ വേറൊരു ടെലിവിഷൻ ചാനലിൽ ഇരുന്ന് പറഞ്ഞ കാര്യമാണ്. കാരണം ഈ CPM-ന്റെ വകതിരിവില്ലാത്ത നേതാക്കന്മാർ ചേർന്നിട്ട് അൻവറിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും അൻവറിനെ വളർത്തുകയും അൻവറിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുകയും ഒക്കെ ചെയ്തിട്ട് അൻവർ ഇന്നലെ അൻവർ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അൻവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതാണെന്ന് പറയുന്നുണ്ട്. ആര് ചെയ്യിച്ചു? ഇപ്പൊ മുസ്ലിം ലീഗുകാർ ഇവിടെ ഉണ്ട്. മുസ്ലിം ലീഗുകാർ ചെയ്തില്ലല്ലോ. കാരണം മുസ്ലിം ലീഗുകാരുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളാണ് അൻവർ, മലപ്പുറത്തും കേരളത്തിലും. കോൺഗ്രസ്സുകാർ ജയിക്കില്ലല്ലോ. കോൺഗ്രസിന് പോയ ഒരാളാണ് അൻവർ. അപ്പൊ അൻവർ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ ഇതിന്റെ പുറകെ നടക്കുകയാണ്, എനിക്ക് ഒരുപാട് സമയം നഷ്ടമായി, എനിക്ക് ഒരുപാട് പണം ചെലവായിട്ടുണ്ടെന്ന് അൻവർ പറഞ്ഞിട്ടുണ്ട്. മറുപടി ഉണ്ടോ CPM-കാർക്ക്? അൻവറിനെ കൊണ്ട് ആരാണ് ഈ പുറകിലിരുന്ന് ചെയ്യിച്ചു എന്നതിന് മറുപടി പറയണം.
അതിന് പകരം നോക്കൂ, ഈ ജില്ലാ സെക്രട്ടറിയോടൊക്കെ എത്ര സഹതാപം തോന്നണം നമുക്ക്. ജില്ലാ സെക്രട്ടറി പറയുന്നത് കേട്ടില്ലേ നേരത്തെ? അദ്ദേഹം പറയാണ്, ഇദ്ദേഹം ആദ്യത്തെ 5 കൊല്ലം സമ്പൂർണ്ണ പരാജയമായിരുന്നു MLA എന്നുള്ള നിലയിൽ. മണ്ഡലം ശ്രദ്ധിച്ചിട്ടില്ല, ഒരു കാര്യവും ചെയ്തിട്ടില്ല, ഒരു വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല. എന്നിട്ട് വീണ്ടും ടിക്കറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് വീണ്ടും 3 വർഷം MLA ആയി. നാണമുണ്ടോ ഇവർക്ക്? ജില്ലാ സെക്രട്ടറിയാണ്. മലപ്പുറത്ത് ഈ പറയുന്ന നിലമ്പൂര് മലപ്പുറത്താണല്ലോ, അവിടുത്തെ ജില്ലാ സെക്രട്ടറിയാ പറയുന്നത്. അതുകൊണ്ട് അൻവർ പറയുന്ന വിശ്വസിക്കേണ്ടി വരും. ഈ ജില്ലാ സെക്രട്ടറി ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നതിന് തെളിവ് കൊടുക്കുകയാണ് EN മോഹൻദാസ് എന്ന് പറയുന്ന മനുഷ്യൻ. അതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ നിൽക്കുകയാണ്. ഇത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് CPM ചെയ്യുന്നത് കേരളത്തിൽ ഭീകരമായ ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് കൊണ്ടുപോവുക ചെയ്യുന്നത്. അൻവറിന് അതിന് മടിയൊന്നുമില്ല. കാരണം അൻവറിന് പൊളിറ്റിക്സ് ഇല്ല. അൻവറിന് ഒരു രാഷ്ട്രീയം ഉണ്ടായിട്ടില്ല. അൻവറിന് നമുക്ക് അറിയാലോ, അൻവറിന് എവിടെയാ രാഷ്ട്രീയം ഉണ്ടായിട്ടുള്ളത്? അൻവറിന് രാഷ്ട്രീയമില്ല. അൻവർ രാഷ്ട്രീയം ഉണ്ടാക്കുകയാണ് പുതുതായിട്ട്. അപ്പൊ അൻവറിനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തി. അത് മാത്രമല്ല, ഇന്നലെ കണ്ട പ്രകടനമില്ലേ അവിടെ, കയ്യും കാലും വെട്ടു എന്ന് പറഞ്ഞ പ്രകടനത്തിൽ അത് ഏറ്റുവിളിച്ച് നടക്കുന്നത് ഞാൻ കണ്ടു. 4 5 സ്ത്രീകളുണ്ട് മുൻവരിയിൽ. ഈ സ്ത്രീകൾ എന്താ ധരിച്ചിരിക്കുന്നത്? പുരുഷന്മാരുടെ കാര്യം ആലോട്ടെ. പുരുഷന്മാർ ധാരാളമായിട്ട് ഗുണ്ടായുസത്തിലൊക്കെ കേരളത്തിൽ ഏർപ്പെടുന്നുണ്ട്. രാഷ്ട്രീയക്കാരും അല്ലാത്തവരുണ്ട്. TP ചന്ദ്രശേഖരനെ പോലുള്ള കൊന്നിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട് CPM-ലെ ഈ പറയുന്ന പുരുഷന്മാര്. ഈ സ്ത്രീകൾ എന്തും മനസ്സിലാക്കിയിട്ടാണ് ഈ മുദ്രാവാക്യം ഏറ്റുവിളിച്ച് നടക്കുന്നത്. വീട്ടിലെ കുട്ടികൾക്കോ പേരക്കുട്ടികൾക്കോ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുമെന്നാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. കേരളത്തിൽ 140 MLA-മാരേ ഉള്ളൂ. അതിൽ ഒരാളെ കയ്യും കാലും വെട്ടിയിട്ട് ചാലിയാറിൽ എറിയും എന്ന് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നുണ്ട് ഒരുത്തൻ. അത് ഏറ്റു പറഞ്ഞു നടക്കുകയാണ് സ്ത്രീകള്. നാളെ ഇവരുടെ പേരക്കുട്ടികൾ ഇവിടെ മുഖത്ത് കാർക്കിച്ചു തുപ്പില്ലേ? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? 2024 വർഷം. ഒറ്റ ദിവസം കൊണ്ട് ഈ MV ഗോവിന്ദനൊക്കെ വർത്താനം പറയുമ്പോ അതാണ് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. പഴയ പരിചയക്കാരായ ഇവരൊക്കെ എന്തും പറയാ. ഇനി മുതൽ PV അൻവറിനെ പാർട്ടിക്കാരും പാർട്ടിയെ സ്നേഹിക്കുന്നവരും നേരിട്ട് കൊള്ളണം എന്ന് ഈ പറയുന്ന ഡൽഹിയിൽ ഇരുന്നിട്ട് വലിയ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. സംസാരിക്കുമ്പോ വലിയ ഉത്തരവാദിത്വമുണ്ട്. അൻവറിനെ ഇന്ന് മുതൽ ഇനി അങ്ങോട്ട് നേരിട്ട് കൊള്ളണം. അൻവറിന് ഇനിയിപ്പോ LDF-ആയിട്ട് ഒരു ബന്ധമില്ല എന്നൊക്കെ ഒരു ആധുനിക രാജ്യത്ത് ഇരുന്നിട്ട്, കേരളം പോലെ ഒരു സ്ഥലത്തിരുന്നിട്ട് സംസാരിക്കാവോ? ആഹ്വാനം ചെയ്യാവോ? ആഹ്വാനം ഇങ്ങനെയല്ലേ ഏറ്റെടുക്കപ്പെടുക? കയ്യും കാലും കൊത്തുന്നു. ഒരു MLA-യുടെ കയ്യും കാലും കൊത്തു എന്ന് ഭീഷണിപ്പെടുത്തുന്ന CPM-നെ കേരളത്തിലെ ഭരണകക്ഷിയായിരിക്കാൻ പറ്റും? അതാണ് നമ്മുടെ അല്ല. ഇപ്പൊ എന്റെയോ ഇവിടെ ഇരിക്കുന്ന സാധാരണക്കാരനായ എന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയത്തിലെ സാധാരണ പ്രവർത്തകന്റെയോ കയ്യും കാലും വെട്ടുമെന്നല്ല, ഒരു MLA-യുടെ കയ്യും കാലും കൊത്തും എന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. പരസ്യമായിട്ട് കോലം കത്തിക്കുന്നു. കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ വെച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട്. ഞാൻ അത് കണ്ടിട്ടാണ് ഇന്നലെ പറഞ്ഞത്, ഭീകരമായ ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് ഈ അൻവറും CPM-കാരും കൂടി കേരളത്തെ നയിക്കാൻ പോവുകയാണെന്ന്. അതാണ് ഇന്ന് രാവിലെ അൻവർ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മതസ്വത്വത്തെ മുൻനിർത്തിയിട്ട് അദ്ദേഹം ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചു. CPM എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ കഴിയില്ല CPM-ന്. കാരണം ഇസ്ലാമിക മതസ്വത്വം എന്നുള്ളത് കേരളത്തിൽ പ്രധാനപ്പെട്ട സാമൂഹ്യ സാന്നിധ്യമാണ്. അതിനെ നിരാകരിച്ചിട്ട് കേരളത്തിൽ ഒരുത്തനും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയില്ല. ആ പ്രശ്നമുണ്ട്. ഇത് ഈ കൊള്ളരുതാത്ത പാർട്ടിയുടെ കൊള്ളരുതാത്ത വലിയ നേതാക്കന്മാർ കേരളത്തെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അൻവറുമായിട്ട് നിങ്ങൾ തർക്കം ഉണ്ടെങ്കിൽ അയാളെ അങ്ങ് വിട്ടേക്കണം. അതിന് പകരം അയാളെ ഇനി അങ്ങോട്ട് നേരിടണം എന്ന് പറയാം സംസ്ഥാന സെക്രട്ടറി. എന്ത് രാഷ്ട്രീയമാണ് അവർ കേരളത്തിൽ അവതരിപ്പിക്കുന്നത്? എന്ത് രാഷ്ട്രീയമാണ്? അൻവർ എന്താ പ്രശ്നം? അൻവർ CPM-ന്റെ ഇത്ര വലിയ ശത്രുവാൻ എന്താ പ്രശ്നം? അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായിട്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാർക്കെതിരായിട്ട്, അവിടുത്തെ പോലീസുകാർക്കെതിരായിട്ടും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചു. അയാൾ തെളിവുണ്ടെന്ന് പറയുന്നു. അത് അന്വേഷിക്കാൻ ആളെ വെച്ചിരിക്കുന്നു. അത് അയാൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ പുറത്ത് ഒരാളുടെ കൈയും കാലും വിട്ടുവാണോ വേണ്ടത്? അതാണോ ആധുനിക ജനാധിപത്യ രാഷ്ട്രീയം? ഒരു മൾട്ടി പാർട്ടി ഡെമോക്രസി അല്ലേ ഇത്? ഒരു ബഹുകക്ഷി ജനാധിപത്യല്ലേ? ഇങ്ങനെ പോയാൽ നടക്കുമോ? ഇങ്ങനെ പറയുന്ന പാർട്ടിക്ക് എന്ത് അർഹതയാണുള്ളത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ? എന്ന കയ്യും കാലും വെട്ടും നിങ്ങൾ. സർവ്വ ആളുകളുടെയും, രാഷ്ട്രീയമായി എതിർക്കുന്ന കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും കയ്യും കാലും വെട്ടാൻ ആളെ ഏർപ്പാടാക്കും. അതല്ലേ ചെയ്യട്ടെ നിങ്ങൾ? വെറുതെ അല്ല CPM-നെ മലയാളികൾ കുറെ കാലമായിട്ട് കൊലയാളി പാർട്ടി എന്ന് വിളിക്കുന്നത്.
അതുകൊണ്ട് എന്തായാലും എന്താ അൻവറിനെ പോലെ ഒരു ഒറ്റയാൻ, അൻവർ പറയുന്നുണ്ടല്ലോ എന്റെ കൂടെ ആളില്ല, ഒറ്റയാനായി ചെയ്യിച്ച ആളുകളൊക്കെ ഉണ്ട്. വലിയ കളിക്കൊന്നും CPM പുറപ്പുണ്ട്. അൻവർ കുറെ കൂടി വായി തുറന്നാൽ വല്ലാതെ ബുദ്ധിമുട്ടും CPMകാര്. കാരണം അൻവറിനെ കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യിച്ചത്. കേരളത്തിലെ എത്ര ദൃശ്യമാധ്യമ പ്രവർത്തകർ, ചിലരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അവർക്കൊക്കെ എതിരെ ലോകത്തില്ലാത്ത കേസുകൾ മുഴുവൻ ഉണ്ടാക്കി തീർത്ത് അവരെയൊക്കെ വർഷങ്ങളോളം വേട്ടയാടി കോടതി കേരളത്തിലെ ജുഡീഷ്യറിയുടെ നീതിയുടെ ബോധത്തിന്റെ പുറത്ത് വന്നിട്ടുള്ള ആളുകളുണ്ട്. അതിൽ ഇന്നലെ എന്റെ കൂടെ ഇരുന്ന ഒരാള് അങ്ങനെ ഒരു പത്രപ്രവർത്തകനാണ്. ഇത് മുഴുവൻ അൻവറിനെ കൊണ്ട് ചെയ്യിച്ചല്ലേ? അൻവർ പറയുന്നതാണ്. ഇത് മുഴുവൻ ചെയ്യിച്ചിട്ട് നിങ്ങളുടെ ഗുണ്ടായുസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് അൻവറിനെ കൊണ്ട് ചെയ്യിച്ചു. എന്നിട്ട് ഇപ്പൊ അൻവർ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് ഇങ്ങനെ നിരന്തരമായി വാദിക്കുന്നു, ചില തെളിവുകളെന്ന് പറയുന്നത് കാണിക്കുന്നു, അതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. എന്നിട്ട് കൊലവിളിയുടെ സ്ഥലത്തേക്ക് അൻവർ പൊതുസമ്മേളനം നടത്തട്ടെ, നിങ്ങളും പൊതുസമ്മേളനം നടത്ത്. അത് ജനാധിപത്യ രീതി, അത് രാഷ്ട്രീയത്തിന്റെ രീതി, അത് സംസ്കാരത്തിന്റെ രീതി. അതിനു പകരം കാര്യങ്ങളെ മുഴുവൻ ധ്രുവീകരണത്തിന്റെയും മതവൽക്കരണത്തിന്റെയും പരസ്പരമുണ്ടായ ഈ പറയുന്ന തരത്തിലുള്ള ഏർപ്പാടാക്കി വളർത്തുന്ന ഒരു ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി. ബംഗാൾ കൊണ്ടൊന്നും നിങ്ങളൊന്നും പഠിക്കില്ല. അതാണ് ഇതൊക്കെ മനുഷ്യര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ കാലം പോലെയൊന്നുമല്ല. മനുഷ്യർ ഇതൊക്കെ കാണുന്നുണ്ട്. ആളുകളെ ഇങ്ങനെയൊക്കെ ഈ പറയുന്ന കൊലവിളി നടത്തുന്ന ഒരു പാർട്ടി. എത്ര പാർട്ടികളുണ്ട് കേരളത്തില്? ഈ 2024 കേരളത്തിലെ വേറെ ഏതെങ്കിലും പാർട്ടി കയ്യും കാലും കൊത്തു വന്നുകൊണ്ട് പ്രകടനം നടത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും? പഴയ കാലത്ത് പലതും സംഭവിച്ചിട്ടുണ്ട്. ആളുകളൊക്കെ മനസ്സിലാക്കി കാര്യം പുതിയ ലോകമാണ്, പുതിയ സാഹചര്യമാണ്, പുതിയ മനുഷ്യരാണ്, സംസ്കാരത്തിന്റെ പുതിയ മാനദണ്ഡങ്ങളാണ്, രാഷ്ട്രീയത്തിന്റെ പുതിയ വിവേകങ്ങളാണ്. അതൊക്കെ തിരിച്ചറിയണം. അതൊന്നും പറ്റില്ല. തങ്ങൾ മറ്റേ എന്ത് കൊമ്പാ നിങ്ങൾക്കുള്ളത്? ബംഗാളിലെയും ത്രിപുരയിലെയും മനുഷ്യന്മാര് ഒറ്റ നേരം കൊണ്ട് നിങ്ങളുടെ മുഴുവൻ കൊമ്പും പിടിച്ച് ഒടിക്കുന്നത് കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റും നിങ്ങൾക്ക്? അതുകൊണ്ട് മതിയാക്ക നിങ്ങൾ. അതാണ് ഞാൻ കേരളത്തോട് പറയുന്നത്. ശരി, ശ്രീ റെജി ലൂക്കോസ്, വളരെ രൂക്ഷമായ വിമർശനമാണ്. അങ്ങയുടെ മറുപടി? അല്ല, അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്. കുറേ നാളുകളായിട്ട് അദ്ദേഹം അങ്ങനെ തന്നെ പറയുന്നു. അദ്ദേഹമൊക്കെ വളരെയധികം ക്ഷീണിതനായിട്ട് പോലും വാക്കുകൾക്ക് യാതൊരു മൂർച്ചക്കുറവില്ലാതെ കുറേ നാളുകളായിട്ട് തന്നെ CPM നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ കണ്ണൂർ, ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും, ആ ചർച്ച ഞാൻ പങ്കെടുത്ത ഒരാളാണ്. തട്ടകത്തിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് കണ്ണൂർ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് വെച്ചൊരു മിണ്ടാപ്രാണിയെ ഒരു പശുക്കിടാവിനെ കഴുത്തറുത്ത് കൊന്ന് നൂറുകണക്കിന് കേരളത്തിൻ്റെ മനസാക്ഷി ഞെട്ടിച്ചതിനെതിരെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. പക്ഷേ CPM വിമർശിക്കുക എന്നുള്ളത് ആ ബഹുമാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരശൈലിയാണ്. ഞാൻ അതിനകത്ത് കൂടുതൽ മറുപടി പറയുന്നില്ല. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇവിടെ ഷാബി ജാലി എൻ്റെ ഒരു പോസ്റ്റ് എടുത്തിട്ടു. ഷാബി ജാലി മനസ്സിലാക്കേണ്ട വസ്തുത, അതിനുശേഷവും ഞങ്ങൾ ഇതിലും ശക്തമായ ഭാഷയിൽ അൻവറിനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മതേതരത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് മതേതരവാദിയാണെന്നുള്ള സങ്കല്പത്തിൽ അദ്ദേഹത്തിനെ ഇവരുടെ പാർട്ടിയും കോൺഗ്രസ്സുകാരും RSSകാരും വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ ഞങ്ങൾ CPM സഖാക്കൾ വലിയ രീതിയിലുള്ള പിന്തുണ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതേ ഒരു മുഖംമൂടിയാണെന്ന് അറിഞ്ഞപ്പോൾ അത് അതേപടി തന്നെ പിൻവലിക്കുകയും ചെയ്തു. അതാണ് കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. ഇന്ന് ഈ അൻവർ, നിങ്ങളിപ്പോൾ പാടിപ്പോഴുത്തുന്നു, ഇന്ന് ഈ അൻവർ പറഞ്ഞൊരു വാചകം ഷാഫി ജാലിലിനോ ഈ ചാനലിലുള്ള ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? ഞാൻ 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് മലപ്പുറം ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന RSSകാരൻ എന്നെ ആക്ഷേപിക്കുന്ന, അല്ലെ എന്നെ ചെറുതാക്കിയത്, അല്ലെ എന്നെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമം നടത്തിയെന്ന് പറഞ്ഞത്. ആ വാക്കിനെ മതസൗഹാർദ്ദവും മതേതരം കാംക്ഷിക്കുന്ന കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊതുസമൂഹം അംഗീകരിക്കുമോ? അപ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിൽ തകർന്നു പോകുന്നത് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ ബഹുമാനപ്പെട്ട ഷാബി ജാലിലിന്റെ പാർട്ടിയാ. അദ്ദേഹം ഇത്തരം അന്ധമായ കേരളത്തിലെ ഒരു മത തീവ്രവാദിയും ഒരു മതവാദി പോലും ഉപയോഗിക്കാത്ത രീതിയിലുള്ള അന്ധമായ നിർഗിഷ്ടമായിട്ടുള്ള മതവാദം അദ്ദേഹം ഉയർത്തിയപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കും. ഇവിടുത്തെ കേരള രാഷ്ട്രീയത്തിൽ വിഷം പടർത്തുന്ന മത തീവ്രവാദികൾ പോലും പ്രയോഗിക്കാത്ത വാക്കുകൾ അദ്ദേഹം ഉദ്ദേശിച്ചപ്പോൾ അതിന് പിന്തുണ അദ്ദേഹം എവിടുന്നാ പ്രതീക്ഷിക്കുന്നത്? അവിടെ അടുങ്ങിപ്പോയിരിക്കുന്ന ആരാ? ഈ ലീഗിന്റെ പാർട്ടി തന്നെയാ. CPM ആരെയും അങ്ങനത്തെ മതവാദികളുണ്ടോ? അപ്പം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതരത്തിൽ വിശ്വസിച്ച് ഞങ്ങളൊക്കെ ആ പാർട്ടിയെ ബഹുമാനിക്കുന്നത്. അവർക്ക് തന്നെയാണ് അൻവറിന്റെ അടിവുകളായിട്ട് വരാനായിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഒരു തർക്കമല്ല കാര്യത്തിൽ. ഇനി രണ്ടാമത്തെ വസ്തുത, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഈ PV അൻവർ എന്ന് പറഞ്ഞ വ്യക്തി എന്തിന്റെ പേരിലാണ് ഈ CPM പാർട്ടിയോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹമാണ് പറഞ്ഞത് ഞാനിനി ആ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കത്തില്ല, ഒരു കാരണവശാലും ഞാൻ പങ്കെടുത്തില്ല, ഞാൻ ഇനി മധ്യഭാഗത്ത് നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്ത് തെറ്റാണ് CPM അദ്ദേഹത്തിനോട് ചെയ്തത്? അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തോ? കോൺഗ്രസ് പാരമ്പര്യമുള്ള അൻവർ സീറ്റ് കൊടുത്തോ?
ഞങ്ങളങ്ങനെ ഒത്തിരി പേർക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ അദ്ദേഹത്തിനെ വിജയിപ്പിച്ച് 2 പ്രാവശ്യം വിജയിപ്പിച്ചതോ, അദ്ദേഹത്തിന് കൊടുത്ത പരാതി മുഴുവനും സർക്കാർ അന്വേഷണത്തിന് വെക്കുകയും 3 അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കുകയും ചെയ്ത അദ്ദേഹം പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യുകയും ഉദ്യോഗസ്ഥന്മാരെ ട്രാൻസ്ഫർ ചെയ്യുകയും മറ്റൊരു ഉദ്യോഗസ്ഥന്റെ പേരിൽ വിജിലൻസ് അന്വേഷണം ഏർപ്പെടുത്തുകയും ചെയ്ത CPM-ഉം ഈ ഭരണകൂടവും ഈ മനുഷ്യനോട് എന്ത് തെറ്റ് ചെയ്തു? ശ്രീ റെജി ലൂക്കോസ്, ഇപ്പൊ താങ്കൾ പറയുകയുണ്ടായല്ലോ അൻവറിനോട് ഈ പാർട്ടി എന്ത് തെറ്റ് ചെയ്തു എന്ന്. അപ്പോ വേദനിക്കുന്നുണ്ട്. ഇതേ കാര്യമാണ് ഇന്നലെ ബിനോയ് വിശ്വവും ഇന്ന് പ്രകാശ് ബാബുവും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2016-ലല്ലോ ഈ ലോകമുണ്ടായത്, തെരഞ്ഞെടുപ്പുകളും നടന്നത്. 2011-ലെ ഏറനാട് അനുഭവം പറയുന്നുണ്ട്. ചന്ദ്രപ്പനെ തന്നെ ഓർമ്മിച്ചുകൊണ്ടാണ് ഇന്നലെ ബിനോയ് വിശ്വം അത് പറഞ്ഞത്. ഇന്ന് ഒരു വാചകം കൂടെ കടത്തിക്കൊണ്ട് പ്രകാശ് ബാബു പറഞ്ഞു, ചുമന്നുകൊണ്ട് നടന്നവർ അതിനൊക്കെ മറുപടി പറയട്ടെ, ആ വിഷയത്തിൽ ഇടപെടാൻ ഞങ്ങളില്ല എന്ന്. അപ്പോൾ CPI-യെ ഈ അൻവറിലൂടെ, ഒളിയുദ്ധത്തിലൂടെ നിരായുധീകരിക്കാൻ, ഇല്ലാതാക്കാൻ കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ അവിടുത്തെ ആ LDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ അപമാനിച്ച് തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ അതിലൊരു വേദനയുമില്ല. അൻവർ നിങ്ങളോട് ഈ പറയുന്ന ഇടതുമുന്നണിയിൽ, ഒരു സെക്കൻഡ്, ഇടതുമുന്നണിയിൽ CPI-യെ ഇല്ലാതാക്കുന്ന ഒരു നീക്കത്തിന് ചട്ടുകമായി നിന്ന കൂട്ടുകക്ഷിയായിട്ടുള്ള അൻവർ സ്വാഭാവികമായി നിങ്ങൾക്കെതിരെയും തിരിയും. അതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. നിങ്ങൾക്കെതിരെ തിരിയുമ്പോൾ മാത്രമാണോ നോവും മുറിപ്പാടുമൊക്കെ? ഞാൻ CPI അധികം ഇതിനകത്ത് പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. CPI ഞങ്ങളുടെ ബഹുമാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയാണ്. CPM-ന്റെ 18ഓളം MLA-മാർ കേരള നിയമസഭയിൽ ഇരിക്കുന്ന CPI-യുടെ പ്രവർത്തകരുടെ മാത്രം വോട്ട് നേടിച്ചുകൊണ്ടാണോ? അത് CPM സഖാക്കളുടെ മറ്റു ഘടകകക്ഷികളുടെയും പ്രവർത്തകരുടെ വോട്ട് സമാഹരിച്ച് അവർ ജയിച്ചിരിക്കുന്നത്. പിന്നെ അവർക്കത് പറയാനുള്ള അവകാശമുണ്ട്. അവരുടെ അവകാശത്തെ LDF കൺവീനർ അംഗീകരിക്കുകയും ചെയ്തു. അവർ പറയട്ടെ, അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. ഞങ്ങളാരും അതിനെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക് അവരെ ചോദ്യം ചെയ്യാൻ തയ്യാറല്ല. പക്ഷെ ഇവിടുത്തെ വിഷയം അതല്ലല്ലോ. പിന്നെ വേറൊരു കാര്യം, ഏറനാട്ട് 2800 വോട്ട് മാത്രം നേടി CPI 4ാം സ്ഥാനത്തേക്ക് പോയതിന്റെ തെറ്റുകാരെ എങ്ങനെ CPM-കാരാകുന്നത്? അത് ഏത് മാനദണ്ഡത്തിലാണ് CPI-യുടെ നേതാക്കന്മാർ അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം CPM-നെ കുറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങയുടെ യുക്തി തന്നെ എടുക്കാം. ഈ 18 CPI-യിലെ MLA-മാരെ സംഭാവന ചെയ്തത് CPI-യുടെ വോട്ട് കൊണ്ട് മാത്രമല്ല, CPM-ന്റെ വോട്ട് കൊണ്ട് കൂടിയാണ് എന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ ഏറനാട്ട് 2011-ലെ നാണംകെട്ട തോൽവിയിൽ CPM-കാർ വോട്ട് ചെയ്യാൻ പോകാതെ എവിടെ പോയി ഇരിക്കുകയായിരുന്നു? അല്ല, അത് വളരെ വ്യക്തമായ കാര്യമില്ല. ഞങ്ങളുടെ വോട്ടോട് ഞങ്ങൾ ഒരിക്കലും വേറൊരാൾക്ക് കൊടുക്കത്തില്ല. ആ പതിവ് CPM-നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ CPM കോൺഗ്രസ്സുകാർ അല്ല, അത് ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അതായിരിക്കാം. അതിന് നിങ്ങളിങ്ങനെ CPM-നെ കുറിച്ചിരിക്കുന്നു. അവിടെ അൻവർ എന്ന് പറയുന്ന ആളിന്റെ ജനസമ്മതി അദ്ദേഹത്തിന് വോട്ടായിട്ട് മാറി. ഇങ്ങനെ ഒരു വാദം താങ്കൾ മുന്നോട്ട് വെച്ചാൽ എനിക്കെന്നല്ല സാമാന്യ ബുദ്ധിയുള്ള ആർക്കും താങ്കളോടൊരു മറുചോദ്യം ആ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഇടവേളയിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് S. ജയസൂര്യൻ, ഇവിടെ ഇന്നിപ്പോൾ മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെ ഇന്ന് അൻവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകുമല്ലോ. അൻവർ ഉണ്ടയില്ല വെടി പൊട്ടിക്കുകയായിരുന്നില്ല, കാര്യകാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്ന് മാത്രവുമല്ല, അതിൻ്റെ ആധികാരികത ഉറപ്പിക്കാൻ കഴിയുന്നത് അൻവർ പറഞ്ഞ ഒരു കാര്യവും കൂടിയാണ്. അത് ഈ ജില്ലാ സെക്രട്ടറിയുടെ RSS മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് ചൂണ്ടിക്കാട്ടി അൻവർ പാർട്ടി സംസ്ഥാന കേന്ദ്രത്തിന് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആരോപണങ്ങൾ മാത്രമല്ല, എങ്ങനെയാണ് ഈ ന്യൂനപക്ഷ വിരോധം CPM മലപ്പുറത്ത് കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു തെളിവ് സാക്ഷ്യം പോലെയാണ് അൻവർ അതിനെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ചെയ്യുമെന്ന് കരുതുന്ന റോൾ മലപ്പുറത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെ എടുക്കുകയാണോ? ഇത് അൻവറിന്റെ ഒരു അഭ്യാസം മാത്രമാണ്. അൻവർ ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് പുറത്തായിരിക്കുന്നു. CPM-ന്റെ പിന്തുണ നഷ്ടപ്പെട്ടിരിക്കുന്നു. അൻവറിന് സ്വന്തമായിട്ടുള്ള ഒരു നിലപാട് വേണം, പിന്തുണ വേണം, അണികൾ വേണം, ശക്തി പ്രകടനം കാണിക്കണം. നാളത്തെ പ്രകടനവും അദ്ദേഹത്തിന്റെ പൊതുയോഗവും വിജയിപ്പിക്കണം. അതിന് അദ്ദേഹം ഏറ്റവും തരം താണ ഒരു വർഗീയ കാർഡ് ഇറക്കി കളിക്കുന്നു എന്നതിലപ്പുറം ഒന്നുമില്ല. അതല്ലാതെ ഈ CPM-നെയോ അല്ലെങ്കിൽ അൻവറിന്റെ നിലപാടുകളെയോ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാത്തതുമല്ല. CPM-ന്റെ നിലപാടുകൾ എല്ലാ കാലഘട്ടത്തിലും ഹിന്ദു വിരുദ്ധം തന്നെയായിരുന്നു. ഹിന്ദുത്വത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൂട്ടുപിടിച്ചുകൊണ്ട്, ഇസ്ലാമിക ഭീകരവാദത്തിന് ആവോളം പിന്തുണ കൊടുത്തുകൊണ്ട് എങ്ങനെയും ആ വോട്ട് ബാങ്കിനെ സ്വന്തമാക്കുക, UDF-ന്റെ കയ്യിലുള്ള മുസ്ലിം സംഘടിത വോട്ടിനെ തങ്ങളുടേതാക്കി മാറ്റാൻ എല്ലാ അടവുകളും പ്രയോഗിക്കുന്നത് അൻവർ അകത്തുനിന്ന് കണ്ടുപഠിച്ചതാണ്.
അപ്പൊ CPM-ൽ നിന്ന് എന്താണോ കണ്ടുപിടിച്ചത് അത് CPM-നെതിരെ ഇപ്പൊ അദ്ദേഹം ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അന്നന്നത്തെ കാര്യം മുന്നോട്ട് പോവുക. യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത്? അൻവറിനും അതുപോലെ തന്നെ പിണറായി വിജയനും ഇടയ്ക്ക് സംഭവിച്ചത് എന്താ? കൊള്ള മുതൽ പങ്കുവെക്കുന്നതിൽ കൊള്ള സംഘത്തിനുള്ളിലുള്ള ആഭ്യന്തര കലാപമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം PV അൻവർ CPM-ന് പ്രിയപ്പെട്ടവനായിരുന്നു, മുഖ്യമന്ത്രിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു, പാർട്ടിയുടെ സ്വന്തമായിരുന്നു, സ്വത്തായിരുന്നു, മൊത്തായിരുന്നു. പക്ഷേ പാർട്ടി അദ്ദേഹത്തിന്റെ ആവശ്യമനുസരിച്ച് വേണ്ട വിഹിതം വേണ്ട സമയത്ത് വേണ്ട പോലെ കൊടുക്കാതെ വന്നപ്പോഴായിരിക്കാം അദ്ദേഹം പിണങ്ങിയത്. അദ്ദേഹം പിണങ്ങുമ്പോൾ കൂടെ കിടക്കുന്നവരുടെ രാപ്പണി അറിയാമെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പാർട്ടിയുടെ എല്ലാ രഹസ്യങ്ങളും അറിയാം, നീക്കങ്ങളും അറിയാം, വ്യക്തികളെ അറിയാം, സംവിധാനങ്ങളെ അറിയാം. അതിനെയെല്ലാം അദ്ദേഹം വർദ്ധിത വീര്യത്തോടെ കടന്നാക്രമിച്ചത്. ശരി, ഈ കൊള്ള മുതൽ പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് എന്നതൊക്കെ അണിയറയ്ക്ക് പിന്നിലുള്ള രഹസ്യങ്ങളാണല്ലോ, ഈ അണിയറയിലെ രഹസ്യങ്ങളാണല്ലോ. അതിനെപ്പറ്റി ഇത്ര ആധികാരികമായി താങ്കൾ പറയുന്നുവെങ്കിൽ പരസ്യമായി മലപ്പുറത്തെ നിലമ്പൂരിലെ ജനത അനുഭവിക്കുന്ന 3 പ്രതിസന്ധികൾ അൻവർ ചൂണ്ടിക്കാട്ടിയതിനെ താങ്കൾക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയും? ഇപ്പോൾ ഈ പറയുന്ന നിലമ്പൂർ ബൈപ്പാസ്, അതുമായി ബന്ധപ്പെട്ട് നീണ്ടുപോകുന്ന തടസ്സങ്ങൾ 17 കൊല്ലമായി എന്നാണ് പറയുന്നത് അൻവർ. അതുപോലെ തന്നെ ആശുപത്രിക്ക് സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ടാകുന്ന അലംഭാവം, അതുപോലെ ഒരു ഗവൺമെൻറ് കോളേജ് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള സ്ഥലമേറ്റെടുത്തതിന് ശേഷവും തുടർ നടപടികളില്ലാതെ അതിപ്പോഴും വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നില. ഇതൊക്കെ മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ ഈ വികസന പ്രവർത്തനങ്ങൾ. അത് തടസ്സപ്പെടുന്നു. നിർബന്ധമായും 2021 അൻവർ ജയിക്കരുത് എന്ന ഒരു ദുഷിച്ച താല്പര്യം അവിടെ പ്രവർത്തിക്കുന്നു. ഇതൊക്കെ അൻവർ ചൂണ്ടിക്കാട്ടുകയാണ്. അവിടേക്ക് പിണറായി തിരിഞ്ഞു നോക്കിയിട്ടില്ല, പ്രചാരണ ഘട്ടത്തിൽ MV ഗോവിന്ദൻ വന്നിട്ടില്ല, പ്രധാനപ്പെട്ട ഒരു നേതാക്കളും വന്നിട്ടില്ല എന്നടക്കം പറയുകയാണ് അൻവർ. ഇപ്പൊ മോഹൻദാസ് ഘോരം പറയുന്നുണ്ടായിരുന്നല്ലോ, അൻവറിനെ കാണാനില്ല, കാണണമെങ്കിൽ ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകണമായിരുന്നു എന്ന്. ഇവരെ അറിയിക്കാതെ ഒളിച്ചു പോയതൊന്നും അല്ലല്ലോ. നിയമസഭാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിലും പാർട്ടി കേന്ദ്രങ്ങൾ അതിനെപ്പറ്റി പറയുകയുണ്ടായിട്ടുണ്ടല്ലോ, അൻവർ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് എന്ന്. അപ്പോൾ അൻവർ പറഞ്ഞിട്ട് പോയെങ്കിൽ അൻവർ ആവശ്യപ്പെട്ട ഈ കാര്യങ്ങൾ നടപ്പാകാതെ പോകുന്നതിൻ്റെ ഉത്തരവാദിത്തം എങ്ങനെയാണ് അൻവറിൻ്റേത് മാത്രമാകുന്നത്, അല്ലെങ്കിൽ അൻവറിൻ്റെ ഒരു ദുഷിച്ച അജണ്ടയാകുന്നത്? എത്രയോ വർഷങ്ങളായി അൻവർ MLA ആയിട്ട്, എത്രയോ വർഷമായി പൊതുപ്രവർത്തകനായിട്ട്. ഇപ്പോഴാണല്ലോ അദ്ദേഹത്തിന് ജനങ്ങളുടെ വികസനത്തെ സംബന്ധിച്ചും പ്രാദേശിക വികസനത്തെ സംബന്ധിച്ചുമുള്ള അവബോധമുണ്ടായത്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം എടുത്തണിയുന്ന താൽക്കാലികമായ മുഖംമൂടി മാത്രമാണ്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള. ഒരാൾ എപ്പോൾ പറയുന്നു എന്നതിന്റെ കാര്യത്തിൽ അതിന്റെ സന്ദർഭം വെച്ചുകൊണ്ട് താങ്കൾക്ക് വിമർശിക്കാം. പക്ഷെ ഒരാൾ എന്തു പറഞ്ഞു എന്നതിനകത്ത് വാസ്തവമുണ്ടെങ്കിൽ അതിനെ ആ ബഹുമാനത്തോടെയാണ് കാണേണ്ടത്. അതെന്നേ, അതൊക്കെ ബഹുമാനത്തോടെ കാണണമെങ്കിൽ ബഹുമാനത്തോടെ പെരുമാറുന്ന ആളായിരിക്കണം. ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ചെയ്തികളും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും അദ്ദേഹത്തെ പാർട്ടി സംരക്ഷിച്ചിരുന്നതും പാർട്ടിയുടെ പ്രിയപ്പെട്ടവനായിരുന്നതും ഒക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് അദ്ദേഹം അപ്പോൾ എടുക്കുന്ന നയങ്ങളെയൊക്കെ പിന്തുണയ്ക്കേണ്ട ആവശ്യം ആർക്കുമില്ല. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നിറം പുറത്തു വരട്ടെ. CPM-ഉം അദ്ദേഹവും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നതോടെ കാലം യഥാർത്ഥത്തിലുള്ള അൻവർ ആരാണെന്നും യഥാർത്ഥത്തിലുള്ള CPM-ന്റെ മുഖം എന്താണ് എന്നും വളരെ വ്യക്തമാകും ഈ കേരളീയ. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ ഷാഫി ചാലിയം, ഇവിടെ നിങ്ങൾക്ക് EN മോഹൻദാസിനെ പറ്റി ഇങ്ങനെ ഒരു ആക്ഷേപമുണ്ടോ, അല്ലെങ്കിൽ ഇത്തരം എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇതിനു മുമ്പ് പെട്ടിട്ടുണ്ടോ? കാരണം അവിടുത്തെ പോലീസ് എങ്ങനെയായിരുന്നു, അതിൽ എങ്ങനെയാണ് സംഘപരിവാർവൽക്കരണം നടന്നിട്ടുള്ളത്, അവരെങ്ങനെയാണ് ന്യൂനപക്ഷ വേട്ട നടത്തിയിട്ടുള്ളത്, എന്തുകൊണ്ടാണ് മലപ്പുറത്ത് ഒരു പ്രത്യേക വിഭാഗത്തെ കേന്ദ്രീകരിച്ച് മാത്രം ഒരുപാട് FIR-കൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്? ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്ന് പറയുന്ന പാർട്ടിയാണ്. നിങ്ങൾ ഉന്നയിച്ചതിന് ശേഷം പിന്നീടാണ് അത് അൻവർ ഇപ്പോൾ ഏറ്റെടുക്കുന്നത് എന്നും അഭിപ്രായമുള്ളവരാണ്. അങ്ങനെ മാത്രം പരിമിതപ്പെട്ട് നിൽക്കുന്നതാണോ നിങ്ങളുടെ ഈ പരാതി, അതോ മോഹൻദാസിലേക്ക് കൂടി നിങ്ങൾക്ക് സംശയമുണ്ടോ? അല്ല, ഈ ചർച്ചയിൽ ഞാൻ വളരെ സുപ്രധാനമായ ഒരു കാര്യം വായിക്കുമ്പോൾ നിങ്ങൾ എന്നെ മ്യൂട്ട് ചെയ്ത് വേറെ ഒരു ആഡിലേക്ക് പോയി. അത് ശരിയാണോ? EN മോഹൻദാസിന്റെ സമയത്തിന് വരെയുള്ള ഒരാളല്ല, നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരുന്നില്ലേ? ആയിക്കോട്ടെ, ആണെങ്കിലും എന്നൊന്ന് ഞാൻ പറഞ്ഞത് ഒന്ന് അവസാനിപ്പിക്കാനുള്ള സമയം തരണ്ടേ? അതെങ്ങനെ? ഒരു വാർത്താ സമ്മേളനം പോകുമ്പോൾ അതിന്റെ അത്യാവശ്യം നോക്കിയിട്ട് അങ്ങോട്ട് പോവുകയല്ലേ ചെയ്യേണ്ടത്? അങ്ങോട്ട് പറഞ്ഞിട്ടല്ലേ അത് ചെയ്തത്? ആയിക്കോട്ടെ, വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് തിരിച്ചു വന്നൂടെ? ശ്രീ ഷാഫി ചാലിയം, അങ്ങേക്ക് സംസാരിക്കാനുള്ള സമയമുണ്ട്. അല്ലല്ല, ഇങ്ങനെ അങ്ങ് മുറിവേൽക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഇപ്പോൾ ഇന്നേ ദിവസം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതുമായി വളരെ ബന്ധമുള്ള ഒരു സാധനമാണ്, ഒരു കുറിപ്പാണ് ഞാൻ വായിക്കുന്നത്. അതിൽ ഏറ്റവും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എത്തിയപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തത്സമയം
മോഹൻദാസിൻ്റെ വാർത്താ സമ്മേളനം കൊടുക്കേണ്ടി വന്നേക്കാം. അത് കഴിഞ്ഞാൽ ഷാഫി ഒന്ന് കംപ്ലീറ്റ് ആക്കുമോ എന്ന് പറയലല്ല എൻ്റെ മര്യാദ. ഈ റജി ലൂക്കോസ് വെറും 10 ദിവസം മുമ്പ് ഇദ്ദേഹത്തിനെ വർഗീയ ചാപ്പ കുത്തിയവർക്ക് നേരെ റജി ലൂക്കോസ് അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞ വാക്കാണ്. ആ ഭാഗത്ത് എത്തുമ്പോഴാണ് ഇത് കട്ടാകുന്നത്. ഞാനത് പറയാൻ കാരണം മോഹൻദാസിൻ്റെ ഇന്നത്തെ പ്രയോഗപ്രകാരം അൻവർ വളരെ മോശമാണ് നേരത്തെ. കാരണം മോഹൻദാസ് അത് പറയുക കഴിഞ്ഞു, ഇയാളൊരു തലവേദനയാണ്, ഇയാളൊന്നും പറയാം. അപ്പോൾ ഇയാളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് 10 ദിവസം മുമ്പ് വരെ റജി ലൂക്കോസിന്. പക്ഷെ മലപ്പുറം ജില്ലാ CPM-ന് ഒരു അഭിപ്രായമില്ലായിരുന്നു. അവർ പരസ്പരം കലഹത്തിലായിരുന്നു എന്ന വാർത്തയാണ് മോഹൻദാസിൻ്റെ നാവിൽ നിന്നും അൻവറിൻ്റെ നാവിൽ നിന്നും വന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് റജി ലൂക്കോസ് തറപ്പിച്ച് എഴുതിയതും. നേരത്തെയുള്ള ചർച്ചകളിലൊക്കെ അൻവറിൻ്റെ മതേതര പ്രതിബദ്ധതയെ വാനോളം പുകഴ്ത്തിയവരാണ്. അപ്പോൾ നിങ്ങൾക്ക് തരാതരം ഈ ശനിയാഴ്ച വർഗീയവാദി, അടുത്ത ഞായറാഴ്ച മതഭീകരൻ, അതിൻ്റെ അടുത്ത ആഴ്ച സ്വർഗീയവാദി, എന്തൊരു പ്രയോഗം അത്. ഇവിടെ വിഷയം അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ മലയാളിയെ പേടിപ്പെടുത്തുന്ന വിഷയങ്ങളാണ്. ഇവിടുത്തെ ഒരു പോലീസ് സേന എന്താണെന്നത് അൻവർ പറയുകയും അൻവർ പറയുന്ന കാര്യത്തിന് ഒരു റിപ്ലൈ ആരെങ്കിലും തരുന്നുണ്ടോ? ആരാ തരുന്നത്? ഈ പാർട്ടി ഏതാണെന്ന് അറിയാമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ട്രാക്കാണോ അതിന് മറുപടി തരേണ്ടത്? പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു മറുപടിയില്ല. അദ്ദേഹം ഇവിടെ കുറേ സാധനം വിളമ്പി വെച്ച് എഴുന്നേറ്റ് പോയിരിക്കുക. നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാണ്, രാഷ്ട്രീയ പാർട്ടികളാണ്, ഞങ്ങൾ നേരത്തെ പറഞ്ഞതൊക്കെ അതിലുണ്ട്. അപ്പോൾ സ്വാഭാവികം അതിനൊരു റിപ്ലൈ ആരും തരുന്നില്ല. CPM-മാർ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ മഹത്വം പറഞ്ഞു പോകുന്നു. അൻവർ ചോദ്യത്തിന് മറുപടി പറയും. അദ്ദേഹം ഓരോന്ന് അക്കമിട്ട് ചോദിച്ച ചോദ്യങ്ങളുണ്ടല്ലോ. ഇവിടെ തന്നെ നോക്കി, കേരളത്തിലെ എത്ര കേസുകൾ, കേരളത്തിലെ പോലീസ് സേന സംഘപരിവാറിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നതിൻ്റെ ഒരുപാട് തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റിയാസ് മൗലവി വധം എവിടെ എത്തിയില്ല, അതിൻ്റെ പ്രതികൾക്കൊക്കെ ജാമ്യം. അതേപോലെ തന്നെ കൊടിഞ്ഞി ഫൈസലിൻ്റെ കേസ്, എല്ലാത്തിനും ജാമ്യം. നിങ്ങൾ കേരളത്തിൽ ഓരോ കേസ് എടുത്ത് നോക്ക് നിങ്ങൾ. ഇനി അൻവർ പറഞ്ഞതും കൂട്ടിച്ചേർത്ത് വായിക്ക്. അതേമായി ഈ കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് ഈ കേരളത്തിലെ യൂട്യൂബർമാർ വർഗീയ വിഷം ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പണ്ട് കാലത്ത് ബാലകൃഷ്ണൻ ചുള്ളിക്കാട് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ഗുഹ്യരോഗം പോലെയാണ് വർഗീയത, ഒരിക്കലും അത് പുറത്തു പറയില്ല ആരും. പക്ഷേ ഇന്നിവിടെ പുറത്തു പറയുന്നു. പുറത്ത് പറയുന്നവർക്കുള്ള തടസ്സം എന്താണ്? പോലീസ് എങ്ങാനും കേസെടുക്കുമെന്നാണ്. പക്ഷേ 5-6 കൊല്ലമായി ഇവിടെ ഒരു 2 ഡസൻ യൂട്യൂബർമാർ വന്നിട്ട് പച്ചക്ക് വിഷം പറയുകയാണ്. ഈ വിഷം പറയുന്നവർക്കെതിരെ എവിടെയെങ്കിലും ഒരു കേസുണ്ടോ? ഇല്ല. എന്തായാലും കാര്യം, നിങ്ങൾ വിഷം പറഞ്ഞോ, പോലീസ് കേസെടുക്കൂല, ഞങ്ങൾ ഏറ്റു. ഇവിടെ BJP-യുടെ പീയൂഷ് ഗോയൽ ഇവിടെ വന്നില്ലേ, ഈ യൂട്യൂബർമാരെ വിളിച്ച് വലിയ പഠന ശിബിരം നടത്തിയില്ലേ? എന്താ സംഭവം? വെറുതെ അല്ല. ഞാൻ എൻ്റെ സുഹൃത്ത് ജയസൂര്യയെ, നിങ്ങളെ പാർട്ടിയെ സംഭവിച്ചു, നിങ്ങൾ ഓരോ സ്റ്റേറ്റും പഠിക്കുന്ന രീതി ഉണ്ടല്ലോ തന്ത്രത്തിൻ്റെ കാര്യത്തിൽ. ഒരു സംശയം, ഞാൻ കേരളത്തിൽ നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല എന്ന് എൻ്റെ വിശ്വാസം ഒക്കെ നഷ്ടപ്പെട്ടു. നിങ്ങൾ വിചാരിച്ചാൽ നേടും. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൽ ആഭ്യന്തരം 8 കൊല്ലമായി കൈകാര്യം ചെയ്തത് നിങ്ങളെന്ന് അറിഞ്ഞപ്പം സമ്മതിച്ചു പോയി. കാരണം വെച്ചാൽ അറിയോ, ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുഴുവൻ നിങ്ങൾ പിടിക്കും. കാരണം അത്രയും വലിയ ഇന്ത്യയിലെ സെൻട്രൽ റൂളിംഗ് ഉപയോഗിച്ചിട്ട് ഇതുവരെ ഒരു ഭരണാധികാരികൾ ലോകത്ത് എവിടെയും ചെയ്യാത്ത വിധത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത്. എല്ലായിടത്തും നിങ്ങൾ ആരെയും ഒന്നും തൊടാൻ പോലും കഴിയില്ല. ആ ADGPയെ വളരെ മാന്യമാരായി അന്വേഷണം നടക്കുന്നവരെ തൽക്കാലം ഒന്ന് ലീവ് പോ എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നം. അതുപോലും ചെയ്യാൻ തയ്യാറല്ല, ഭയക്കുന്നു. ആരെയാണ് ഈ ഭയക്കുന്നത്? എന്താ ഈ സ്റ്റേറ്റിൽ അവസ്ഥ? നീതി തേടി എവിടേക്കാ പോകേണ്ടത്? ഇന്നിപ്പോൾ ഇവരെന്താക്കി? ഞാൻ അൻവറിനെ കടുത്ത രീതിയിൽ വിമർശിക്കുന്ന ആളാണ്. 3.5 കൊല്ലക്കാലമായി അൻവർ എവിടെയാണ് എന്ന് ഈ ചാനലിൽ വന്ന് ചോദിച്ച ആളാണ്. ഞങ്ങൾ ഈ സുജിത് ദാസും അൻവറും തമ്മിലുള്ള സംഭാഷണം കേട്ടല്ലോ. അൻവറും സുജിത് ദാസും തമ്മിൽ നല്ല ബന്ധാ, ബോവനും മോളി മാതിരിയാ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അവസാനം പിടുത്തം വിട്ട് അൻവറിൻ്റെ അടുത്തുനിന്ന് അറിയാതെ ഒരുപാട് കാര്യങ്ങളോട് പുറത്തെത്തി. ഇവരിപ്പോൾ ഇന്ന് അൻവറിനെ കള്ളക്കടത്ത്. അൻവർ പറഞ്ഞെന്താ? അൻവർ പറഞ്ഞത് കസ്റ്റംസ് പിടിക്കേണ്ട സ്വർണം കസ്റ്റംസ് പിടിക്കുന്നില്ല, എന്നാൽ പുറത്തെത്തി കഴിഞ്ഞാൽ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ കസ്റ്റംസിന് കൊടുക്കണം. അത് ലോ ആണ് അൻവർ പറഞ്ഞത്. അതിന് മറുപടി റജി ലൂക്കോസ് പറയുന്നുണ്ടോ? മറിച്ച് പിടിക്കപ്പെടുന്ന ആ കള്ളക്കടത്തുകാരെ കൂടിയാണ് അൻവർ എന്ന് പറഞ്ഞാൽ അതൊക്കെ ജനം വിശ്വസിക്കുമോ? ആദ്യം അൻവർ പറഞ്ഞതിന് വ്യക്തമായി മറുപടി പറയാൻ നിങ്ങൾ വരി. നിങ്ങളെ മറുപടിയാണ് ഉചിതം എന്നുണ്ടെങ്കിൽ നിങ്ങളെ മറുപടി വിശ്വസിച്ച് അൻവറിനെ തള്ളി പറയാൻ ഞങ്ങൾ തയ്യാറാണ്. അൻവർ അത്ര 100% ക്ലിയർ ആണെന്ന അഭിപ്രായം പണ്ടേ ഞങ്ങൾക്കില്ല. പക്ഷെ അതേ സമയത്ത് അൻവർ ഉയർത്തിയ പ്രശ്നം ചില്ലറയല്ല, സാധാരണക്കാരനെ ഭയപ്പെടുത്തുകയാണ്. പ്രവാസിക്ക് ഭയണ്ടാണ്. പോലീസ് സ്വർണം പിടിക്കണതിൽ അൻവറിന് പ്രയാസമുണ്ട്. പോലീസ് സ്വർണം പിടിച്ചോട്ടെ, പിടിച്ചാൽ എന്ത് ചെയ്യണം? കസ്റ്റംസിന് കൊടുക്കണം. കസ്റ്റംസ് ലോ പ്രകാരം കേസെടുക്കണത്, പബ്ലിക് ലോ പ്രകാരമല്ല.
മാത്രമല്ല പിടിച്ചെടുക്കുന്ന സാധനത്തിന് എന്തിനാ ഉരുക്കണത്? തൊണ്ടി മുതൽ അതേപോലെ കോടതിയിൽ ഹാജരാക്കല്ലേ വേണ്ടത്? അതിനെന്തിനാ ഉരുക്കണം? അത് തൂക്കിയാൽ കിട്ടുമല്ലോ. ഇവിടെ ഇതൊക്കെ നിയമവിരുദ്ധമാണ്. രാത്രി 8 മണിക്ക് ശേഷം കടകൾ അടച്ചിടണം, ലൈറ്റ് ഓഫ് ചെയ്യണം. ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉത്തരവിറക്കുക. അങ്ങനെ ഒരു ഉത്തരവിറക്കാൻ 144 പ്രഖ്യാപിച്ച ജില്ലാ മജിസ്ട്രേറ്റിന് അധികാരമുള്ളൂ. എല്ലാ വലിയ ഫ്ലൈറ്റുകളും രാത്രി 10 മണിക്ക് ശേഷം ഷാഫി ചാലിയം അങ്ങേക്ക് അറിയുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ്. അതങ്ങ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അതിൽ അങ്ങയുടെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെടുന്നുമില്ല. പക്ഷേ ഇതൊക്കെ നാം ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അങ്ങയോടുള്ള എന്റെ ചോദ്യം അല്ല, ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ അങ്ങയോടുള്ള ചോദ്യം, ഈ പല കാര്യങ്ങളും അല്ല, അൻവർ പറഞ്ഞ പല കാര്യങ്ങളോടും ശരിയാണ് എന്ന അഭിപ്രായമുള്ള അങ്ങേക്ക് അൻവർ ഇന്ന് ആദ്യമായി പറഞ്ഞിരിക്കുന്ന മോഹൻദാസിനെ പറ്റി പറഞ്ഞിരിക്കുന്ന അഭിപ്രായത്തോട് യോജിപ്പുണ്ടോ? അല്ല, മോഹൻദാസിനെ കുറിച്ചുള്ള അഭിപ്രായം ഇന്നാണ് കേട്ടത്. ഞാൻ ഇതുവരെ അങ്ങനെ മോഹൻദാസിനെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇന്ന് അൻവർ പറയുന്നു. അൻവർ അതിന്റെ തെളിവുകൾ ഹാജരാക്കട്ടെ. എന്തെങ്കിലും പറഞ്ഞു എന്ന് കേട്ട് അപ്പടി കയറി അത് അൻവറിനെ വിശ്വസിക്കാനൊന്നും ഞങ്ങൾ അത്ര മണ്ടന്മാരെന്നല്ല. രണ്ട് കാര്യങ്ങളാണ് അൻവർ പറയുന്നത്. ഒന്ന്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇങ്ങനെ MLA ഫണ്ട് സർക്കാരിന്റെ വകയായിട്ടുള്ള ഈ തുക എത്തിക്കൂടാ, അതല്ല CPM-ന്റെ നിലപാട് എന്ന് പറഞ്ഞ് അതിന് തടസ്സം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. ഈ കാര്യം പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ കത്ത് മുഖേന അറിയിച്ചിട്ടുണ്ട് എന്ന് അൻവർ പറയുന്നു. അപ്പോൾ വെറുതെ ഒരു പറച്ചിലല്ല, അത് കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കത്ത് കാണിക്കാൻ ബാധ്യസ്ഥനാകും. മുൻപ് കത്ത് കാണിച്ചിട്ടുള്ള ആളുമാണ് അൻവർ. ഒരു സെക്കൻഡ് ശ്രീ ഷാഫി ചാലിയം. രണ്ടാമത്തെ കാര്യം, അവിടെ ഈ പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ഒരാൾ ആ പാർട്ടി ഓഫീസിനകത്ത് വെച്ച് തൻ്റെ RSS മനസ്സ് തൻ്റെ വീട്ടിൽ വെച്ചാൽ മതി, പാർട്ടി ഓഫീസിൽ എടുക്കണ്ട എന്ന് പറഞ്ഞ് കഴുത്തിന് കയറി പിടിച്ചു എന്നാണ് പറയുന്നത്. ഇതേതാനും മാസങ്ങൾക്ക് മുൻപുണ്ടായ സംഭവമാണെന്നാണ് പറയുന്നത്. അത് ഈ പാർട്ടി രഹസ്യം മാത്രമായിട്ടിരിക്കുകയായിരുന്നോ? നിങ്ങളുടെ ഒന്നും ശ്രദ്ധയിൽ ഇതൊന്നും പെട്ടിട്ടില്ലേ? അത് CPM-ന്റെ 4 സെക്രട്ടേറിയറ്റ് മെമ്പർമാർ മലപ്പുറം ജില്ലയിൽ ആ 4 എണ്ണത്തിനെയും നുണ പരിശോധനയ്ക്ക് വിധേയനാക്കണം. അതാ ചെയ്യേണ്ടത്. ഇതൊക്കെ ആയിരിക്കുമ്പോഴും അല്പം മുൻപ് അങ്ങ് സംസാരിക്കുമ്പോൾ അത് കുറിച്ചുകൊണ്ട് ഞാൻ പോയ വാർത്താ സമ്മേളനത്തിൽ EN മോഹൻദാസ് നിങ്ങളെപ്പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ CPM പറയട്ടെ എന്നൊക്കെ അങ്ങ് നിലപാടെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ലീഗുകാർ പോലും താൻ വർഗീയവാദിയാണെന്ന് പറയില്ല, ലീഗുകാർ വിളിച്ച് സംസാരിച്ചു. എന്തൊരു സ്നേഹമാണ് ശ്രീ ഷാഫി ചാലിയം. ഇതാണ് അൻവർ പറയുന്ന നെക്സസ്. ഞങ്ങൾ 3.5 കൊല്ലക്കാലമായി മലപ്പുറം ജില്ലയിൽ നടന്ന എല്ലാ ക്രൈമുകളും പുനരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയാണ്. ശ്രീ ഷാഫി ചാലിയം അല്ലെന്നേ, ഈ മോഹൻദാസിനെ പറ്റി പറഞ്ഞ് അൻവർ നാവെടുത്ത് തീരും മുൻപ് മോഹൻദാസിന് വേദനിച്ചോ? അങ്ങനെയെങ്കിൽ ദാ ഞങ്ങളുടെ സാന്ത്വന ഔഷധം കുറച്ചങ്ങോട്ടേക്ക് തരാം എന്ന് ലീഗ് ഇറങ്ങി പുറപ്പെടേണ്ട കാര്യം എന്താണ്? ലീഗ് എവിടെ ഇറങ്ങി പുറപ്പെട്ടെ? മോഹൻദാസ് അല്ലേ പറയുന്നത് ലീഗുകാർ വിളിച്ചു, ലീഗിന് പോലും ഇതിന്റെ അഭിപ്രായം എന്നെ പറ്റിയില്ല എന്ന്. ഞാൻ പറയട്ടെ, അല്ല, ഞങ്ങൾ അഭിപ്രായം പറയാൻ ഇന്നാണല്ലോ അവിടെയാണ് കലഹം നടക്കുന്നത്. CPM-ന്റെ അകത്ത് അവിടുത്തെ ജില്ലാ കമ്മിറ്റി വിളിച്ചു പറയാണ്. ആലോചിക്കേണ്ടത് നുണപരിശോധന ആ ഭാഗത്ത് മാത്രമല്ല നടത്തേണ്ടത്. അതിവേഗം ഈ ലീഗ് താവളങ്ങളിൽ നിന്ന് പെട്ടെന്ന് മോഹൻദാസിനെ വിളിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരുടെ മാനസിക നില എന്താണ് എന്നതുകൂടെ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോ അങ്ങീ പറഞ്ഞല്ലോ, ഈ ജയസൂര്യ പുകഴ്ത്തുകയുണ്ടായല്ലോ, 8 വർഷം ആഭ്യന്തര വകുപ്പ് അവരാണ് കൈകാര്യം ചെയ്തത് എന്ന്. അല്ല, ഒരു സെക്കൻഡ് അങ്ങനെ BJP-യുടെ വരുതിക്ക് നിൽക്കുന്ന ഒരു സർക്കാരാണ് ഇത് എങ്കിൽ, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അങ്ങനെ വരുതിയിൽ നിർത്തിയിരിക്കുന്നത് എങ്കിൽ, അതിൻ്റെ ജില്ലാ നേതൃത്വത്തെ RSS ബന്ധമുണ്ട് എന്ന് കൂടെ കിടന്ന ഒരാൾ ആരോപിക്കുമ്പോൾ പെട്ടെന്ന് പോയി വിളിച്ച് വിഷമം വേണ്ട എന്ന് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ് എന്നതും ചോദ്യമായി വരും. ഞാൻ അങ്ങേക്ക് വേഗം മറുപടി പറയണമെങ്കിൽ പറയാം. എനിക്ക് ഒരു ഇടവേളയിലേക്ക് പോകണം, അത് അങ്ങേ തടസ്സപ്പെടുത്താനല്ല. വേഗം ആരെ കൊടുത്തത് വേണോ? അല്ലല്ല, ആദ്യം ഇത് പറഞ്ഞിട്ട് ഇടവേളയിലേക്ക് പോ. അല്ല, ഇടവേളയിലേക്ക് പോയിട്ടില്ല. അങ്ങയുടെ മറുപടിക്ക് വേണ്ടി ഞാൻ കാക്കുകയാണ്. അല്ല, ഞാൻ ചോദിക്കുന്ന ഏത് ലീഗ് നേതാവാണ് മോഹൻദാസിന് ക്ലീൻ ചീട്ട് കൊടുത്തുകൊണ്ട് ഇന്ന് വൈകുന്നേരം വന്നത്? എന്റെ ശ്രദ്ധപ്പെട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, മോഹൻദാസ് പറയുകയാണല്ലോ ഈ കാര്യം. മോഹൻദാസിന് അങ്ങനെ പറയാൻ കഴിയുന്ന എങ്ങനെയാണ്? ഒരു പേക്കിനാവ് കണ്ടിട്ട് വന്നിരുന്ന് പറയുകയായിരുന്നോ? അപ്പൊ നിങ്ങൾക്ക് അൻവർ തെളിവ് തരണം, നിങ്ങൾക്ക് മോഹൻദാസ് തെളിവ് തരണം.
നിങ്ങളിങ്ങനെ തെളിവ് ശേഖരണമായിട്ട് നടന്നോളൂ. എല്ലാ വേണു, മോഹൻദാസ് ലീഗുകാർ പോലും എന്നെക്കുറിച്ച് അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞാൽ അതിന് ലീഗ് എന്താ മറുപടി പറയണ്ടേ? അങ്ങനെ മാത്രമല്ല പറഞ്ഞത്, ഞങ്ങൾ ഇതുവരെ മോഹൻദാസിനെ കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം കേട്ടിട്ടില്ല. ഇപ്പൊ അൻവർ, ഒരു മിനിറ്റ്, ഇപ്പോൾ അൻവർ പറയുന്നു. ആ അൻവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 4 സെക്രട്ടേറിയറ്റ് അംഗങ്ങളുണ്ട്. ആ 4 സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പിടിച്ച് നുണപരിശോധന നടത്തിയാൽ അറിയാം അൻവർ പറഞ്ഞതാണോ ശരി, മോഹൻദാസ് പറഞ്ഞതാണോ ശരി. ഇങ്ങനെയല്ല പറയാൻ പറ്റും. ഞങ്ങൾ ഗാലറിയിലല്ലേ വേണു, സംഭവം നടക്കുന്നത് വേറെ ആളുകളെ തമ്മിലാണ്, ഗുസ്തി നടക്കുന്നത് അവർ തമ്മിലാണ്. അതിന് ഗാലറി ഇരിക്കുന്ന എന്റെ കൊല്ലിക്ക് പിടിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? ശരി ശരി. അല്ല, ഇത്തരം പരിശോധനകൾ അല്ല, ശാസ്ത്രീയ പരിശോധനകൾ ലീഗ് പറയുക, DGPയുടെ പരിശോധന മുഖ്യമന്ത്രി പറയുക, ഇത് രാഷ്ട്രീയ വിഷയമാണ്. അതിൽ ഇത്തരം പരിഹാരങ്ങളല്ല, ലാബിൽ പോയി പരിശോധിച്ച് എടുക്കേണ്ട ഉത്തരങ്ങളല്ല നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ DGP എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥൻ തരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല രാഷ്ട്രീയമായ ശരി കണ്ടെത്തേണ്ടത്. രാഷ്ട്രീയമായ ശരി കണ്ടെത്തേണ്ടത് ഉറച്ച രാഷ്ട്രീയ നിലപാട് കൂടെ തന്നെ ആയിരിക്കണം. അതിനൊരു ലാബും വേണ്ട, ഒരു DGPയും വേണ്ട. ഞാനൊരു ഇടവേളയിൽ കൂടി പോകുക. കൊലവിളിയുടെ നാളുകളോ എന്ന എൻകൗണ്ടർ പ്രൈം ചർച്ച തുടരുകയാണ്. ശ്രീ KC ഉമേഷ് ബാബു, ഇപ്പോ ഇന്നലെ തന്നെ താങ്കൾ പറയുകയുണ്ടായി എന്ന് പറഞ്ഞു അൻവറിന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ ദിശ എങ്ങോട്ട് എന്നത്. അതിന്റെ സാധൂകരണമായി ഇന്ന് അൻവറിന്റെ പ്രതികരണം വന്നുവെന്നും അങ്ങ് പറയുകയുണ്ടായി. അപ്പോൾ അത്രയും സൂക്ഷ്മമായി കാര്യങ്ങളെ നിരീക്ഷിക്കുന്നുകൊണ്ട് അങ്ങയോട് ചോദിക്കുകയാണ്, നാളെ നിലമ്പൂരിൽ 6:30 എന്ത് സംഭവിക്കും? ഇന്ന് തന്നെ അൻവർ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒരു ജീപ്പിൻ്റെ മീതെ മൈക്ക് കെട്ടിവെച്ച് ഞാൻ പ്രസംഗിക്കും. അതിപ്പോൾ നേരിട്ട് ആളുകൾ വരണമെന്നൊന്നുമില്ല, പുതിയ ലോകവും പുതിയ കാലവുമല്ലേ. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആളുകൾ അത് കാണും. അങ്ങനെ വലിയൊരു സ്വീകാര്യത അൻവറിനുണ്ടാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എന്നു മാത്രവുമല്ല, ഈ കാര്യത്തിൽ CPM-നെ ഇതുവരെയുള്ള അൻവറിൻ്റെ പുതിയ നീക്കങ്ങൾ ശക്തമായി അൻവറിനെ നേരിടാൻ കഴിയാത്ത വിധത്തിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടോ? പ്രത്യേകിച്ചും ഈ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ പ്രത്യേകമായ രൂപത്തിൽ അവതരിപ്പിച്ച് CPM-നെ പ്രതിരോധത്തിലാക്കാൻ അൻവറിന് കഴിഞ്ഞിട്ടുണ്ടോ? അത് അയാള് നമുക്കറിയാലോ, ഈ അൻവറിന്റെ ഒരു പ്രത്യേകത, അൻവർ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനോ രാഷ്ട്രീയക്കാരനോ അല്ല. ഇത് ഞാൻ പറയുന്ന നിർബന്ധിതനേതാ, ഞാൻ മനുഷ്യനെ കുറിച്ച് അങ്ങനെയുള്ള വിലയിരുത്തൽ നടത്താറില്ല. കാരണം അൻവറിനെ ഈ കുറേ കാലം മുമ്പ് 2011 മുതലാണ് ഞാൻ ഇങ്ങനെ രാഷ്ട്രീയക്കാരനായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയത്. അയാളുടെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ള അയാളുടെ ഈ ഏറനാട് മണ്ഡലത്തിലെ അയാളുടെ അഭ്യാസം എന്നെ വാസ്തവത്തിൽ അക്കാലത്ത് ഞെട്ടിച്ചു. അക്കാലത്തൊക്കെ നമ്മളൊക്കെ ഉണ്ടല്ലോ. 2011 എങ്ങനെയാണ് ഇയാള് ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് 2ാം സ്ഥാനത്ത് ഏറനാട് പോലൊരു മണ്ഡലത്തിലെത്തുകയും LDF-ന്റെ സ്ഥാനാർത്ഥി 4ാം സ്ഥാനത്ത് നശിക്കുകയും ചെയ്തത് എന്നൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് അൻവറിനെ കുറിച്ച് ആഴത്തിൽ അന്വേഷിക്കാൻ ഞാൻ ശ്രമിച്ചത്. അന്ന് മുതൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, അൻവർ വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരാളാണ്. അയാൾ മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളല്ല, എന്ന് പറഞ്ഞാൽ പക്വതയുള്ള ഒരാളല്ല എന്നുള്ളതിന് ഒരു 10,000 തെളിവ് കഴിഞ്ഞ 2011 ശേഷം അയാൾ കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10,000 തെളിവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യനെയാണ് ഈ പിണറായി. അത് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ നടുവില് ഇന്ത്യയില് ഇപ്പൊ സംഘപരിവാരത്തിലെ BJP-ക്കാർ പോലും രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയാൻ മടിക്കുന്ന ചിലത് ഇയാളെ വിളിച്ചുപോയി. പിറ്റേന്ന് മുഖ്യമന്ത്രി എന്ന് പറയുന്ന കഥാപാത്രത്തോട് കേരളത്തിലെ പത്രക്കാർ ചോദിച്ചപ്പോൾ അതിന്റെ അടിയിൽ ഒപ്പുവെച്ചു കൊടുത്തു ഈ മുഖ്യമന്ത്രി. അൻവർ ചെയ്തത് ശരിയാണ്, പറയുമ്പോ ഒക്കെ സൂക്ഷിക്കണം, അപ്പൊ ഇങ്ങനെയൊക്കെ തിരിച്ചു മറുപടി കിട്ടുമെന്നാ പറഞ്ഞത്. ഇങ്ങനെ അൻവറിനെ അതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് അൻവറിന്റെ കൈയും കാലും പെട്ടു എന്നാ പറയുന്നത്. അൻവറിന് പറയാൻ പറ്റുമോ? അൻവർ ഇപ്പൊ ഇന്ന് 2 ദിവസം മുമ്പുള്ള പത്രസമ്മേളനത്തിലോ മറ്റോ ഗാന്ധി കുടുംബത്തോട് ബഹുമാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ തിരുത്താൻ ശ്രമിച്ചില്ലേ? അയാൾക്ക് പോലും തെറ്റാൻ തോന്നുന്നുണ്ട് ഇപ്പോഴ്. പക്ഷെ മുഖ്യമന്ത്രിക്ക് തെറ്റാൻ തോന്നില്ലല്ലോ. അൻവർ മുഖ്യമന്ത്രിയും തമ്മിൽ പ്രായത്തിൽ എത്ര വ്യത്യാസമുണ്ട്? അൻവർ മുഖ്യമന്ത്രിയും തമ്മിൽ രാഷ്ട്രീയ പരിചയത്തിൽ എത്ര വ്യത്യാസമുണ്ട്? തിരുത്തിയോ അന്ന് മുഖ്യമന്ത്രി അൻവറിനെ? അതിന് പകരം രാഹുൽ ഗാന്ധിയെ അപമാനിക്കുന്നത് ശരിയാണ് എന്നല്ലേ അങ്ങേര് വാശി പിടിച്ചത്? ഇത് പക്വതയുള്ള രാഷ്ട്രീയ നിലപാടാണോ? ഇത് ജനാധിപത്യ ബോധമുള്ള രാഷ്ട്രീയ അങ്ങനെ അൻവറിനെ പോലെ ഒരാളെ അഴിച്ചുവിട്ടു. അപ്പൊ അതുകൊണ്ട് അൻവർ ഇപ്പോൾ കേരളത്തിലെ ഈ നിലനിൽക്കുന്ന ഈ മതപരമായിട്ടുള്ള ഒരു മൈത്രിയുടെ ഇന്നത്തെ ഇപ്പൊ നമുക്കറിയാം, ഈ അർജുന്റെ സംഭവത്തിൽ നമുക്കൊക്കെ മലയാളികൾക്ക് മുഴുവൻ വലിയ വേദനയുണ്ട്. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളൊക്കെ ബാക്കിയാക്കി അദ്ദേഹം മണ്ണിലേക്ക് മടങ്ങി. അവിടുത്തെ ശവസംസ്കാര ചടങ്ങൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കോഴിക്കോട്. അവിടെയൊക്കെയുള്ള മനുഷ്യരുടെ ഒരു മൈത്രി എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. പിന്നെ ഈ മലപ്പുറത്തെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം,
മലപ്പുറത്ത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊന്നും വർഗീയമായിട്ട് ഉണ്ടാക്കാൻ അൻവറിന് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എനിക്ക് ഈ പാണക്കാട്ട് തങ്ങന്മാരിൽ വലിയ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ഷാഫി ചാലിയത്തിന്റെ പാർട്ടിക്കാരനല്ല, ഞാൻ വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന നിലപാടെടുക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ പാണക്കാട്ട് തങ്ങന്മാരുടെ കുടുംബം കേരളത്തിലെ ഈ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച് കേരളത്തിലെ മതമൈത്രിയുടെ കാര്യത്തിൽ വലിയ സംഭാവന ചെയ്തിട്ടുള്ള വളരെ പക്വതയുള്ള നേതൃത്വം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അതിന്റെ ഒറ്റ കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഷിരൂരില് നമ്മുടെ ഈ പറയുന്ന ചെറുപ്പക്കാരനെ കാണാതായതിന്റെ 2ാമത്തെ ദിവസം അവിടെ നമ്മുടെ മാധ്യമക്കാരൊക്കെ ഉണ്ട്. അവിടെ ഒരു ചെറുപ്പക്കാരനായ ഒരു മലയാളി MLA ഞാൻ ആദ്യം മഞ്ചേശ്വരത്തുള്ള AKM അഷ്റഫ് എന്ന് പറയുന്ന മുസ്ലിം ലീഗുകാരനായ MLA ആണ്. അയാൾ ഇന്നും വരെ അതിന്റെ പുറകിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ ഈ കണ്ണൂരുകാരനാണ്. മഞ്ചേശ്വരവും കാറുവാർ എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ സ്ഥലമൊന്നുമല്ല കാറുവാറിലേക്ക് എത്ര ദൂരമുണ്ട് മഞ്ചേശ്വരത്തിന്? അല്ല, ഞാൻ ഒറ്റ കാര്യം അത് കൂട്ടിച്ചേർക്കാതിരിക്കാൻ പറ്റില്ല. മഞ്ചേശ്വരംകാരനും പ്രതിപക്ഷ MLA ആയിട്ടുള്ള ഈ പറയുന്ന AKM അഷ്റഫിന് ഒരു മലയാളി ഒരു ഡ്രൈവർ ഈ ഗംഗാവലി പുഴയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് തോന്നുമ്പോൾ അയാളെ വീണ്ടെടുക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തം കൂടിയാണെന്ന് തോന്നുന്ന ഒരു ബോധമുണ്ട് കേരളത്തില്. ആ ബോധം ഒറ്റ ദിവസം കൊണ്ട് പൊളിഞ്ഞു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ നേരത്തെ ഷാഫി ചാലിയം പറഞ്ഞതിനോട് എനിക്കൊരു യോജിപ്പുള്ളത്, സംഘപരിവാരം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന്റെ ശേഷിയെ പലരും കുറച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ അതിനെ 80കൾ മുതൽ ആ രാഷ്ട്രീയത്തിന്റെ ശേഷിയെ വിലമതിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് വിലമതിക്കും ചോദിച്ചാൽ, അവരെവിടെയും ഈ പറയുന്ന അവരുടെ അജണ്ട നടപ്പിലാക്കുന്നതിനുള്ള പ്രവൃത്തികൾ ചെയ്യാനുള്ള ശേഷിയുണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞത്, ഇപ്പൊ കേരളത്തിന് ഇത്രയും വലിയ കരുത്തുണ്ട് മതമൈത്രിയുടെ കാര്യത്തിൽ. അതുകൊണ്ട് ഒരു വർഗീയ ധ്രുവീകരണം ഒറ്റപ്പെട്ടെന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്, അൻവറൊക്കെ ഇടപെട്ടിട്ട്. പക്ഷേ അതാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം കാണിക്കേണ്ട ഭരിക്കുന്ന പാർട്ടിയും മുഖ്യമന്ത്രിയും അതിന്റെ സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളും അതിന്റെ പ്രവർത്തകരും കാണിക്കേണ്ട ഒരു ഗുരുതരമായ ഒരു ബോധമുണ്ട്. അത് കാണിക്കുന്നില്ല ഈ ദിവസങ്ങളിൽ എന്നുള്ളതാണ് എന്റെ പ്രധാന പ്രശ്നം. അപ്പൊ അതുകൊണ്ട് അത് കേരളം ചർച്ച ചെയ്യണമെന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ശ്രീ റെജി ലൂക്കോസ്, സമയമില്ലാത്തതുകൊണ്ട് ചോദ്യം ചോദിക്കുന്നില്ല, ഇവിടെ വന്ന വിമർശനങ്ങൾക്ക് അങ്ങയുടെ മറുപടി. ഒറ്റ മറുപടി പറയാം. അതായത് ഗൂഢലക്ഷ്യം വെച്ചുകൊണ്ടാണ് അൻവർ ഈ പ്ലേ എല്ലാം നടത്തുന്നൊരു തെളിവ് പറയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകളുള്ള ജില്ലയായിട്ട് 3 വർഷം കൊണ്ട് സുജിത് ദാസ് 12,000 നിന്ന് 46,000 ഉയർത്തി എന്ന് പറയുന്ന നുണയാ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ളത് 2022-2023 വിവരാവകാശ രേഖ പ്രകാരം 83,000 കേസുള്ള തിരുവനന്തപുരം ജില്ലയാണ്. മലപ്പുറം ജില്ലയ്ക്ക് 10ാം സ്ഥാനം മാത്രമേ ഉള്ളൂ, കേവലം 23,000 കേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അൻവർ എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് മുന്നിൽ വെച്ചുകൊണ്ടാണ് മലപ്പുറത്തിലെ മിശയാകാൻ ശ്രമിച്ചത്? അതയാളുടെ ഗൂഢതന്ത്രമല്ല. ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഒരു സെക്കൻഡ് ശ്രീ ഷാഫി, നിങ്ങൾ അടക്കമുള്ളവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാദമാണ് ഇപ്പോൾ ശ്രീ റെജി ലൂക്കോസ് ഖണ്ഡിക്കുന്നത്. വേഗം അങ്ങയുടെ മറുപടി. അല്ലെ, എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ വരാം സാർ. അതിന് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് തന്നെ പറയാം. എടുത്ത് പറയാം. നേരത്തെ ഉണ്ടായിരുന്ന മലപ്പുറം ജില്ലയിലെ ക്രൈം റേറ്റ് നിലവിലുണ്ടായിരുന്നത് 300 ഇരട്ടിയായിട്ട് മാറി എന്നാണ് പറഞ്ഞത്. നിലവിലുള്ള ഒരു ക്രൈം റേറ്റ് ഉണ്ട്. അതിനെ ശ്രീ റെജി ലൂക്കോസ് കൃത്യമറുപടിയാണ് ശ്രീ ഷാഫിയുടെ. കേസ് എത്ര കേസുകൾ കൊണ്ടുവന്നു? അല്ല, ഷാഫി മലപ്പുറം ജില്ലയെ ഒരു ക്രിമിനൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ജില്ലയായി മാറ്റുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തിന്റെ സിമ്പതി നേടാനായിട്ട് ഈ PV അൻവറിന്റെ നീച വിളയാട്ടമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, മലപ്പുറത്തിന്റെ മിശികയാകാൻ ശ്രമിച്ച ഈ മനുഷ്യന്റെ മനസ്സ് വായിക്കാൻ ഞങ്ങൾക്കാർക്കും അതിനുള്ള മാവിനി കയ്യിലില്ലായിരുന്നു. ഇവിടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, PV അൻവറിന്റെ പിന്നിൽ ആരാണെന്നുള്ളത് വെളിയിൽ വന്നു. പറഞ്ഞ ഈ വാദം അൻവർ ഉയർത്തിയപ്പോൾ ഇതേ അൻവറിനെ ഈ ഫ്ലോറിൽ ന്യായീകരിച്ച വ്യക്തിയാണ് മറക്കരുത്. ആദ്യ വാർത്താ സമ്മേളനം അൻവർ നടത്തിയപ്പോൾ അൻവർ പറഞ്ഞ ഈ കണക്കിനെ ന്യായീകരിച്ച വ്യക്തിയാണ് നിങ്ങൾ. എപ്പോഴാണ് കള്ളക്കടക്കാൻ നിങ്ങൾക്ക് വിഷം മനസ്സ് വെച്ചാൽ നിങ്ങൾ കേൾക്കൂ. എന്തിനാണ് ഞാൻ മറുപടി ഇടയ്ക്കേണ്ടത്? നിങ്ങൾ മലപ്പുറം ജില്ലയുടെ മതേതര മലപ്പുറം ജില്ല കേരളത്തിന് കാഴ്ചവെച്ചിട്ടുള്ള മതസൗഹാർദ്ദത്തെ തകർത്ത് തന്റെ കൂടെ ആളെ കൂട്ടാനുള്ള PV അൻവറിന്റെ ഹീന ശ്രമം അത് ശരിയല്ലെന്ന് ഷാബി പറയൂ. ഷാബി തന്നെ പറയൂ, സ്വാത്വികനായ
തികഞ്ഞ സ്വാത്വികനായ മലപ്പുറം ജില്ലാ സെക്രട്ടറി മോഹൻദാസിനെ കുറിച്ച് അയാൾ പറഞ്ഞ തെമ്മാടുത്ത് എന്താ? താങ്കൾ തന്നെ പറഞ്ഞില്ലേ മോഹൻദാസ് ഒരു RSS കാരനാണെന്ന് ഒരു അഭിപ്രായം ഇല്ല എന്നുള്ളവരും. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത്? ആരാണ് ഇയാളെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്? ശരി 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 ശ്രീ ഷാഫി വേഗം. ശരി ശരി ശ്രീ ഷാഫി വേഗം. വേണോ ഇതിനൊക്കെയുള്ള ഒരു മറുപടി ആ പ്രിയപ്പെട്ട ഉമേഷ് ബാബു ഇവിടെ പറഞ്ഞ ഒരൊറ്റ കാര്യം തന്നെയാണ് ഈ മറുപടി. എന്തിനാണ് ബാലുശ്ശേരി മണ്ഡലക്കാരനായ ഒരു സച്ചിൻ ദേവ് എന്നൊരു MLA ഉണ്ട്, അയാൾ അവിടെ പോയി പുഞ്ചിരിച്ച് സെൽഫി എടുത്ത് ദുരന്തമുഖത്ത് പോയി പുഞ്ചിരിച്ച് സെൽഫി എടുത്ത് പോന്നു. എന്നാൽ ആ മണ്ഡലത്തിൽ കിടക്കുന്ന ആ കുട്ടിക്ക് വേണ്ടിയിട്ട് മഞ്ചേശ്വരത്തുള്ള അവിടെയാണ് മുസ്ലിം ലീഗിനെയും പാണക്കാട് തന്നെ പഠിക്കേണ്ടത്. ഞങ്ങളുടെ കൂട്ടത്തിൽ കന്നഡ ഭാഷ അറിയുന്ന വ്യക്തിയാണ് ശരി 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 ഞാൻ ഇടപെടുകയാണ്. സമയം കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇടപെടുകയാണ്. അഡ്വക്കേറ്റ് S. ജയസൂര്യൻ ക്ഷമിക്കണം, അങ്ങേക്ക് വളരെ കുറച്ച് സമയമേ തരാൻ കഴിഞ്ഞുള്ളൂ. അത് അങ്ങ് ക്ഷമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയുമാണ്. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ പ്രൈം അവസാനിക്കുന്നു.